പുട്ടുപൊടിയും ശർക്കരയും റാഗിയൊക്കെ ചേർത്ത് ഒരു വട്ടയപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉണക്കത്തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പച്ചത്തേങ്ങ വേണമെങ്കിലും എടുക്കാം, ഉണക്കത്തേങ്ങ വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ അതിനായിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ശർക്കരയൊക്കെ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് അടുപ്പിലേക്ക് വെച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ശർക്കരപ്പാനി അവിടെ നിന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങയുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്ത് ചെറുതായിട്ട് അരിയണം. അത് നമുക്ക് വട്ടയപ്പത്തിൽ ഇടാൻ വേണ്ടിയാണ്. ആ സമയം കൊണ്ട് ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. കുറച്ച് തേങ്ങ, ബാക്കിയുള്ള തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും അരയണ്ട, ചെറുതായിട്ടൊന്ന് അരച്ചാൽ മാത്രം മതി. പിന്നെ കുറച്ച് ജീരകം, പിന്നെ ഏലക്ക, അതൊക്കെ പൊടിച്ച് വയ്ക്കണം. ഇനി ഒരു ചെറിയ കലം എടുത്തിട്ട്, കലമോ പാത്രം എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിനകത്ത് ബാക്കി വന്ന പുട്ടുപൊടിയും കുറച്ച് റാഗിയും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കായും ജീരകമൊക്കെ ഇട്ട് കൊടുത്ത് ആ തേങ്ങ അരച്ച് വെച്ച തേങ്ങയും കുറച്ച് തേങ്ങ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതുമൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് നന്നായിട്ട് അരിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. പുളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് ഈസ്റ്റൊന്നും ഇടാതെ വെച്ചാൽ പുളിക്കത്തില്ലല്ലോ. അപ്പോൾ രാവിലെ വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കി വെച്ച വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പൊളിച്ച് കിട്ടും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് ഈ മിക്സ് ഒഴിച്ച് വയ്ക്കണം. നന്നായിട്ട് ഒഴിച്ച് കുറച്ച് അധികം ഒഴിച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് ആവി കയറ്റി പുഴുങ്ങി എടുക്കണം. അപ്പോൾ എൻ്റെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. പാത്രം ഇപ്പോൾ തുറന്നിട്ട് വട്ടയപ്പം റെഡിയായി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് മുറിച്ചൊക്കെ നമുക്ക് കഴിക്കാം.